നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. UDF പ്രവർത്തകർ തന്നെ മനഃപൂർവ്വം വ്യാജ വാർത്തകൾ ചമച്ച് തേജോവധം ചെയ്യുകയാണെന്നാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പറയുന്നത്. UDF യാതൊരു മര്യാദയുമില്ലാതെ തന്നെ തേജോവധം ചെയ്യുകയാണെന്ന് വടകരയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. UDFന്റെ ഈ ഉപദ്രവത്തെക്കുറിച്ച് തന്റെ വോട്ടർമാരോട് പറയാനാണ് അവർ പത്രസമ്മേളനം വിളിച്ചതത്രേ. എത്ര പരാതികൾ നൽകിയിട്ടും ചില പ്രഖ്യാപനങ്ങളും വ്യാജ വീഡിയോ ക്ലിപ്പുകളും ഒക്കെയായി വന്ന് അത്തരം ചില സംഘങ്ങൾ വീണ്ടും ഉപദ്രവിക്കുകയാണ്. യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും വളരെ വികാരപരിധിയായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചർ പറയുകയാണ്. എന്നാൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വീഡിയോയുടെ താഴെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ജനങ്ങളിലധികവും പരാജയ ഭീതി കൊണ്ട് വില കുറഞ്ഞ വികാരപ്രകടനം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. കരച്ചിലൊന്നും വിലപ്പോവില്ലെന്നും തങ്ങളുടെ വോട്ട് ഷാഫി പറമ്പലിനാണെന്നും ഇതിലും കൂടുതൽ KK രമ എന്ന സ്ത്രീ കരഞ്ഞിട്ടുണ്ടെന്നുമൊക്കെയാണ് ജനങ്ങളുടെ പ്രതികരണം. എന്തായാലും ഒരു വീഡിയോയിലൂടെ താഴെയുള്ള കമന്റ് ബോക്സ് നോക്കുമ്പോൾ LDF എന്ന പാർട്ടിയോട് ജനങ്ങൾക്കുള്ള മടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ഏതാണ്ട് പരാജയ ഭീതി അറിഞ്ഞ മട്ടാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഷാഫി പറമ്പിൽ വടകരയിൽ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ്. അതോടൊപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസും പാനൂർ സ്ഫോടനവുമൊക്കെയായി LDF സർക്കാർ അവിടെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട മട്ടാണ്. TP കേസ് ഇത്തവണയും തെരഞ്ഞെടുപ്പിന് മുൻപ് വടകരയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. CPMന് ഇത്ര കണ്ട് രാഷ്ട്രീയപരമായി പരിക്കുണ്ടാക്കിയ മറ്റൊരു കൊലക്കേസ് കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ TP കൊലയ്ക്ക് ശേഷം ഒരിക്കൽ പോലും CPMന് ജയിച്ചു കയറാനുമായിട്ടില്ല. ഇത്തവണയും അതുകൊണ്ടാണ് CPMന് TPയുടെ കേസ് ആശങ്കയുണ്ടാക്കുന്നത്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് വടകരയിൽ ചർച്ചയാകുമ്പോൾ തന്നെയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനവും LDFന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി തീർന്നത്. പാനൂർ ബോംബ് സ്ഫോടനം CPMന്റെ അറിവോടെയാണെന്ന വാദവും പ്രതികളെല്ലാവരും തന്നെ CPM അനുയായികളാണെന്നതുമൊക്കെ ഒരു ന്യായീകരണവും നടത്തി വിജയിക്കാൻ പറ്റാത്ത സത്യമാണെന്നും ശൈലജ ടീച്ചർ മനസ്സിലാക്കണമെന്നും ഇതെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി കരഞ്ഞ് കാല് പിടിച്ചാലൊന്നും ജനങ്ങൾ കനിയില്ലെന്ന് മനസ്സിലാക്കണമെന്നുമൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. ഇത് മാത്രമല്ല, KK ശൈലജയെ നാട് കടത്താൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമങ്ങളുണ്ട്. ധാരാളം ജനപിന്തുണയുള്ള KK ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസിനും ഒത്ത എതിരാളിയായതുകൊണ്ട് തന്നെ അവരുടെ തോൽവി പിണറായി വിജയനും ആഗ്രഹിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ ഇത്തവണ തോറ്റാൽ ജനപിന്തുണ ഇല്ലെന്ന് വരുത്തി തീർക്കാനാവും. അതുപോലെ ജയിച്ചാൽ പാർലമെന്റിലേക്ക് അയച്ച് അവരെ നാട് കടത്താമെന്നുമാണ് പിണറായി വിജയൻ കരുതുന്നത്. എന്തുതന്നെയായാലും KK ശൈലജ ഇത്തവണ പരാജയത്തിൽ അകപ്പെടുമെന്നതിൽ സംശയമില്ല.